ഹജ്ജ് എന്ന് പറയുന്നത്. വെറും ശരീരമല്ല, വെറും സമ്പത്തല്ല, സമ്പത്തും ശരീരവും അതിനോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും ചോദ്യങ്ങളും എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ ഇബാദത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന അപൂർവമായ ഒരു സന്ദർഭം. നേരത്തെ പറഞ്ഞിരുന്നു ഹജ്ജിന്റെ ക്ലാസ്സുകൾ കേട്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട് പലരും ഹജ്ജ് ക്ലാസ്സിന് പോകാറില്ല. വളരെ ശരിയായിരുന്നു പറഞ്ഞത്. ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ സാധാരണ പോകുന്ന ആളുകൾ ആദ്യം ഉംറ ചെയ്യും, പിന്നെ ഹജ്ജ് ചെയ്യും. അപ്പൊ അതിന്റെ കർമ്മശാസ്ത്രം ആത്മാവിനെ വിവരിക്കാൻ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചുരുക്കി പറയാറുണ്ട്. ഹജ്ജ് 3 രീതിയിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതിയെ പറ്റി മാത്രം സംസാരിക്കാം. തമത്തു എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. തമത്തു എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറ ചെയ്ത് പോയി നമ്മൾ അവിടെ എത്തി 2 ദിവസം കൊണ്ട് തന്നെ ഫ്രീ ആവാണ്. പിന്നെ നമ്മൾ ഇഹ്റാമൊന്നും ഇല്ലാതെ സുഖമായിട്ട് മക്കയിൽ കഴിയുന്നതാണ് തമത്തു എന്ന വാക്കിന്റെ അർത്ഥം. സ്വാഭാവികമായിട്ടും ദുൽഹജ്ജിന്റെ 3 നോട്ടിഫിക്കേഷൻ വരും ഹജ്ജ് മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന്. ഹജ്ജ് വിജയമായി വരുന്നവർ ഇന്ന ദിവസം മഗ്‌രിബിന് മുമ്പ് ജിദ്ദ എയർപോർട്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്തിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസം ഭയങ്കര ഫെയർ കുറവായിരിക്കണം. ഫ്ലൈറ്റ് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ആ ദിവസം നോട്ട് ചെയ്ത് അന്ന് പോയാൽ മതി. എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ തലേന്ന് വരെ വലിയ റേറ്റ് ആയിരിക്കും. അന്നത്തെ ദിവസം ആരും റിസ്ക് എടുക്കാൻ നോക്കില്ല. പക്ഷെ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ അന്ന് പോയാലും പ്രശ്നമില്ല. നല്ല സുഖമായിട്ട് ആ പറഞ്ഞ മഗ്‌രിബിന് പുറത്ത് ലാൻഡ് ചെയ്യാൻ വിസയും കഴിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് മുമ്പ് എത്തണം എന്ന് പറയുമ്പോൾ 3 രൂപത്തില് ഒന്ന് ഹജ്ജിന് ഇഹ്റാം കെട്ടി പോവുകയാണ്. ഹജ്ജിന് ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ ദുൽഹജ്ജ് 9, 10 വരെ ഈ ഇഹ്റാമിന്റെ നിയമങ്ങളൊക്കെ സൂക്ഷിച്ചവിടെ കഴിയേണ്ടി വരും. ഹജ്ജ് ചെയ്ത് പിന്നെ ഉംറ ചെയ്യുന്ന രീതിയുണ്ട്. ഹജ്ജും ഉംറയും ഒന്ന് ചെയ്യുന്നുണ്ട്. ഈ 2 രീതിയിൽ നിങ്ങൾ നേരത്തെ പോയി കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും സൗദിയുടെ പല ഭാഗത്ത് നിന്ന് വരുന്നവർ കറക്റ്റ് ആ സമയത്ത് 8 അല്ലെങ്കിൽ 9 വരുന്നവരാണ്. അവരാണ് ആ 2 രീതിയിൽ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ബാക്കി ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്നവർ അവർക്ക് എത്താൻ ഒരു ഡെഡ് ലൈൻ ഉള്ളത് കൊണ്ട് തമത്തു എന്ന് പറയുന്ന രീതിയിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പോയി ഉംറ ചെയ്യാണ്. ഉംറയിൽ എന്താ പഠിക്കാനുള്ളത്? ഉംറയിൽ ഒരു എൻട്രി ഉണ്ട്, ഒരു എക്സിറ്റ് ഉണ്ട്. ഇത് രണ്ടിന്റെ ഇടയിൽ ആകെയുള്ളത് ഒരു തവാഫും സഅയും മാത്രമാണ്. ഇഹ്റാം എൻട്രിയാണ്, മുടി കളയൽ എക്സിറ്റാണ്. ഇത് രണ്ടിന്റെയും ഇടയിൽ ആകെ 2 സംഗതികളുണ്ട്, തവാഫ് സഅയ്. എന്തിനാണ് തവാഫും സഅയ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്നമാ ജുഇല തവാഫു വസ്സഅയു ലിഇഖാമത്തി ദിക്രില്ലാഹ്. തവാഫും സഅയും അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്ർ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉള്ളൊരുക്കി അല്ലാഹുവോട് സംസാരിക്കാനുള്ളതാണ് തവാഫും സഅയും. അല്ലാഹുവിന്റെ ഭവനത്തിന് നമ്മൾ വലയം വെക്കുകയാണ് 7 പ്രാവശ്യം. ആരെങ്കിലും ഏതെങ്കിലും പണക്കാരുടെ വീട്ടിൽ പോയിട്ട് തവാഫ് ചെയ്യോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി? ഒരിക്കലുമില്ല. ഇബാദത്തിന്റെ പൂർണ്ണമായ രൂപം, അങ്ങേറ്റത്തെ രൂപം അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മിസ്കീന്മാരെ പോലെ നമ്മളെ പോയി തവാഫ് ചെയ്യാൻ, നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ. അള്ളാഹു ആദരിച്ചിരിക്കുന്ന ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. ഒരു സ്ത്രീ ഓടി മകന് വെള്ളം കിട്ടാൻ വേണ്ടി അള്ളാഹു ആ സ്ഥലത്തെ ആദരിച്ചു, ബഹുമാനിച്ചു. സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. ആ സ്ത്രീയുടെ പാവനമായ പ്രവൃത്തിയുടെ സ്മരണയ്ക്ക് വേണ്ടി അവിടെ നമ്മൾ 7 പ്രാവശ്യം ഓടുകയാണ്. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ അല്ല, ഒന്ന് മറിച്ച് ഒരു ഭാഗം സഫേന്ന് മറുപടിയെത്തിയാൽ ഒന്ന്. ഇപ്പൊ 3 റൗണ്ട് നടത്താം. 3 റൗണ്ട്. ഇപ്പൊ 7 റൗണ്ട് തവാഫും 3 റൗണ്ട് സഅയും. ഇതാണ് ഈ എൻട്രി എക്സിറ്റിന്റെ ഇടയിലുള്ളത്. ഇതിന്റെ ഉദ്ദേശം ഇന്നമാ ജുഇല തവാഫു വസ്സഅയു ലിഇഖാമത്തി ദിക്രില്ലാഹ്. ഇഹ്റാം കെട്ടുന്നത് ഇതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്, മുടി കളയുന്നത് ഇതിൽ നിന്ന് വിരമിക്കാൻ വേണ്ടിയാണ്. ഇതിനിടയിൽ ആകെ 2 അമലേ ഉള്ളൂ, തവാഫും സഅയും. അതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ ദിക്ർ സ്ഥാപിക്കലാണ്. എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോഴേക്ക് നമ്മളുടെ മനസ്സൊന്ന് കഴുകി വൃത്തിയാക്കി പോകണം. നമ്മൾ കൂട്ടം കൂടി നടക്കുന്നവർക്ക് അങ്ങനെ നടക്കാം. ഒരാൾ ചൊല്ലി കൊടുത്തു, ഏത് ചൊല്ലി. അപ്പം അറിയാത്തവര് അവർക്ക് അങ്ങനെ ചെയ്യാം. കുറേ പഠിക്കാനുള്ള നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഒരുപാട് ദിക്ർ ദുആകൾ കാണാം. അതൊരു സഹാബി പറഞ്ഞതായിരിക്കും, ഒരു താബിഈ ചൊല്ലിയതായിരിക്കും. സുന്നത്തായിട്ട് വന്നത് ഒരു അര വരിയോ 3/4 വരിയോ മാത്രമേ ഉണ്ടാവൂ. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ദുആകൾ തന്നെയാണ്. അതല്ലാതെ മറ്റു ദുആകളും പറയാം. ഏത് ഹദീസ് പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ ദുആകളെ പറ്റി കാണാം. സുമ്മ യദ്ദഅ ബിമാ ശാഅ. പിന്നെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ദുആകളൊക്കെ ചെയ്യും. അപ്പൊ ഇന്ന ദുആ എന്ന് പറയാതെ തന്നെ സുമ്മ ദഅ ബിമാ ശാഅ, പിന്നെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ദുആകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ദുആകൾ ചെയ്യാനുള്ള സന്ദർഭമാണ് നടത്താം. ചെറിയ ദുആ അല്ല. നമ്മൾ ഇതുവരെ പരിചയിച്ചവരെ കൈകളെ ഒന്നിച്ച് 2 മിനിറ്റ് താഴ്ന്നതല്ല. നിബിധങ്ങൾ പഠിപ്പിച്ചെന്ന ധൈര്യം കേട്ടാൽ ഞെട്ടിപ്പോകും. ഒരു ജംറയിൽ ഇറങ്ങുന്നതിന് ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്ന് സുദീർഘമായി ദുആ ചെയ്തു. എത്ര ദൈർഘ്യം! ഇബ്നു മർദാൻ വിവരിക്കാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാണ്. സൂറത്തുൽ ബഖറ ഓതുന്ന അത്രയും സമയം. സൂറത്തുൽ ബഖറ 2.5 ജുസ്ഉണ്ട്. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും നടത്താം. ഒരു ജംറയിൽ എറിഞ്ഞിട്ട് നിങ്ങളെ ദുആ ചെയ്ത സമയം 1 മണിക്കൂർ 10 മിനിറ്റാണ് ഏകദേശം. രണ്ടാമത്തെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം അത്ര തന്നെ ദുആ ചെയ്തു. മൂന്നാമത്തെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങി എന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്ന ജംറയിലുള്ള ഏറിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എത്ര സമയം ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന് പറഞ്ഞ് മാത്രം നിർത്തരുത്. നിങ്ങൾ ഓരോ തവാഫിനെ നിങ്ങൾ വീതിക്കുക. ഒരു തവാഫ് നിങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് സുന്നത്തായ രീതി പറയട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യാൻ ഒരു മോഡൽ പറയുന്നത് നിങ്ങൾക്ക് ഏത് മോഡലും ദുആ ചെയ്യാം. സുമ്മ ദഅ ബിമാ ഷാ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ദുആ ചെയ്തു. നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാം. ഒരു മെത്തേഡ് കിട്ടാൻ വേണ്ടി പറയാണ്. 7 തവാഫ് ഉണ്ട്. ഒരു തവാഫിൽ നിങ്ങൾ അല്ലാഹു നന്നായിട്ട് സ്തുതിച്ചു. അല്ലാഹു ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, സൗന്ദര്യം തന്നു, തറവാട് തന്നു, സൗകര്യങ്ങൾ തന്നു. ഒന്നുമില്ലാതെ അഭയാർത്ഥികളായിട്ട് കഴിയുന്നവരുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നന്ദിയോടെ നമ്മളുടെ കണ്ണുനീര് പൊഴിക്കേണ്ടി വരും. നമ്മൾ നന്ദി ചെയ്യേണ്ടി വരും. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു. ഒരു തവാഫ് ഈ ഹജർ അസ്വദിന്റെ പച്ച ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദൂരെ നിൽക്കലാണ്. അടുത്ത് പോയിട്ട് തിരക്ക് കൂട്ടുന്നതിനേക്കാൾ നല്ലത്. തിരക്കാണെങ്കിൽ പരമാവധി അടുക്കലാണ് നല്ലത്. തിരക്ക് ഉണ്ടാക്കാതിരിക്കൽ നിർബന്ധമാണ്. തിരക്കുണ്ടാക്കൽ ഹറാമാണ്. ഹജർ അസ്വദിനെ തൊടാൻ വേണ്ടിയാണെങ്കിലും ശരി, വേഗം തീരാൻ വേണ്ടിയാണെങ്കിലും ശരി, തിരക്കുണ്ടാക്കൽ ഹറാമാണ്. അതുകൊണ്ട് സമാധാനത്തിൽ ഒരല്പം ദൂരെ നിന്ന് കഴിഞ്ഞാൽ ഈ ദിക്റൊക്കെ സമാധാനത്തിൽ ചെല്ലാൻ പറ്റും. അല്ലെങ്കിൽ ഇന്റർനാഷണൽ എല്ലാ രാജ്യത്തുള്ള ആൾക്കാരുടെ വേർപ്പിന്റെ നമ്മൾ വെറുതെ നോക്കി വിളിക്കുന്നത്. എന്തിനാണ് അടുത്തേക്ക് പോയിട്ട് വെറുതെ ആൾക്കാരുടെ വേർപ്പാണെന്ന് ആവശ്യമില്ല. കുറച്ച് സമാധാനത്തിൽ ദൂരേക്ക് നിൽക്കാം, എന്നിട്ട് തവാഫ് ചെയ്യാം. പ്രാക്ടിക്കലായിട്ട് അവിടെ ഏത് സമയം നല്ലതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ബോധ്യപ്പെടും. ഇനി അല്ലെങ്കിൽ പരിചയക്കാരെ ചോദിച്ചാൽ മനസ്സിലാകും. സുബഹി കഴിഞ്ഞ് ഒരു ഇളം വെയിൽ തുടങ്ങുന്ന സമയത്തേക്ക് ഏകദേശം തിരക്ക് ഒഴിവായി വരും. രാത്രി ഏറെ കഴിയും, ചിലപ്പോൾ തിരക്ക് ഒഴിവായി വരും. അങ്ങനെ തിരക്ക് ഒഴിവാകുന്ന സമയം നോക്കി തവാഫ് ചെയ്യാം. തവാഫ് അടുത്തത് ചെയ്യലാണ് നല്ലത്. അത് നല്ലത് നേടും. പക്ഷെ അതിനുവേണ്ടി തിരക്ക് ഉണ്ടാക്കൽ ഹറാമാണ്. അവിടെ നമ്മൾ ഒരിക്കലും തിരക്ക് ഉണ്ടാക്കാൻ നിൽക്കരുത്. ഒന്ന് മാറുന്നത് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ തവാഫിന്റെ കാര്യത്തിൽ കർമ്മശാസ്ത്രം വഴി നമ്മൾ ഉദ്ദേശിച്ചത് ഇതിന്റെ ഒരു ഉദ്ദേശം മാത്രമേ പറഞ്ഞുള്ളൂ. ദിക്റും ദുആയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇടയിൽ ഇരുന്നാലും ഒന്ന് വിശ്രമിച്ചാലും തവാഫ് മുറിഞ്ഞു പോകില്ല. 3 തവാഫ് ചെയ്തു, നിങ്ങൾക്ക് ക്ഷീണം വന്നു, ഒരു 5-10 മിനിറ്റ് ഇരുന്നു, ബാക്കി 4 പിന്നെ പൂർത്തിയാക്കിയാൽ മതി. ഇതിന്റെ കണ്ടിന്യൂഷൻ മുറിഞ്ഞു പോകില്ല. കുറച്ച് സമയം വിശ്രമിച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് ഇരുന്നാലും സമാധാനത്തിൽ ആസ്വദിച്ചുകൊണ്ട് പൂർത്തിയാക്കാനും മുൻഗണന കൊടുക്കേണ്ടത് വേഗം ചെയ്ത് തീർക്കുന്നതിനേക്കാൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ആ ഹദീസ് മാത്രം ഓർമ്മ വെക്കുക. ഇന്നമാ ജുഇല തവാഫ് വസ്സഅയു ലിഇഖാമത്തി ദിക്രില്ലാ. തവാഫും സഅയും അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ ദിക്റിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. ഈ തവാഫും സഅയും കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദുആ ചെയ്ത് കഴിയണം. അപ്പോൾ തവാഫിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചു. അടുത്ത റൗണ്ടിൽ നിങ്ങൾ സലാത്ത് സലാമുകൾ ചൊല്ലി. അടുത്ത ഒന്നിൽ നിങ്ങൾ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി ദുആ ചെയ്തു. പിന്നെ കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി അടുത്തതിൽ ദുആ ചെയ്തു. ദുനിയാവിന്റെ ആവശ്യങ്ങൾ ഒരു തവാഫിന് ചോദിച്ചു. അടുത്തതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു റൗണ്ടിന്റെ കാര്യമാണ്. ഒരു തവാഫ് ഒരു റൗണ്ടിന്റെ കാര്യമാണ്. അടുത്തത് നിങ്ങൾ ആഖിറത്തിന്റെ ആവശ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിച്ചു. അങ്ങനെ 7 തവാഫും മടുക്കാത്ത രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള തൗഫീഖ് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങും. അപ്പൊ ആർക്കെങ്കിലും ഉംറയെ പറ്റി എന്തെങ്കിലും സംശയം, ഒന്നാമത് സാധാരണ എന്തെങ്കിലും പോകുന്നവർ ആദ്യം ഉംറ ചെയ്യും. ഉംറയെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻട്രി ഏതാണ് പറഞ്ഞത്? ഇഹ്റാം. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക, അല്ലാഹുവിനെ ഇഹ്റാം കരുതി എന്ന് പറയാം. നിയ്യത്താണ്, മനസ്സിലാണത്. വായുവിന്റെ നിബന്ധനകൾ പറഞ്ഞിരുന്നു. വാഹനത്തിൽ കയറുമ്പോൾ ആ വായു കൊണ്ട് പറഞ്ഞതിന്റെ പേര് നമ്മുടെ ഹജ്ജിലും ഉംറയിലും വായു കൊണ്ട് പറഞ്ഞത് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഉദ്ദേശിക്കുന്നത് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഹ്റാം എൻട്രി ആണ്. എക്സിറ്റ് എന്താണ്? ഇതിനിടയിൽ ആകെ 2 അമല ഏതാണ്? തവാഫും സഅയും. തവാഫിന്റെയും സഅയിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹുവിന്റെ ദിക്റിന്റെ സംസ്ഥാപനം. അപ്പോൾ 1/2 ദിവസം കൊണ്ട് നിങ്ങൾ ഫ്രീ ആയി. 1/2 ദിവസം കൊണ്ട് ഫ്രീ ആയി. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് 1/2 ദിവസം കൊണ്ട് ഫ്രീ ആയി. കാരണം 1/2 ദിവസം തവാഫ് ചെയ്യാൻ തിരക്കില്ലാത്ത സമയത്ത് 50 മിനിറ്റാണ് തവാഫ് ചെയ്യാനെടുക്കുക. നല്ല തിരക്കാന്ന് കരുതാം. 1.5 മണിക്കൂർ നിങ്ങൾ സമാധാനത്തിൽ ചെയ്യുമ്പോൾ സഅയ് ചെയ്യാൻ ഏകദേശം ഇതേപോലെ 50 മിനിറ്റ് എടുക്കുക. സമാധാനത്തിൽ സഅയ് ചെയ്യുക, ഇടയിൽ ഇരിക്കാം, ഇടയിൽ വിശ്രമിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾ പരിഗണിച്ചുകൊണ്ട് പറയാം, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ തീർക്കണം. അതിൽ പ്രത്യേകിച്ച് പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല.
സാധിക്കുമെങ്കിലും ചെയ്യാം. ആരോഗ്യപരമായ പ്രശ്നമെങ്കിലും മടുത്തു പോയിട്ട് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവിടെ ഇരുന്ന് ആസ്വദിച്ച് സമാധാനത്തിൽ ചെയ്യാനാണ് എൻ്റെ ശരി. ഞാൻ ഭാര്യ മക്കളൊക്കെ ആയിട്ട് പോയപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതിൽ അവിടെ സഫാ മറുപടി ഇടയിൽ ഇരുത്തി മക്കളൊക്കെ കൂട്ടിയിട്ട് കുറേ സമയം ദുആ ചെയ്തു. ഒരു മകൻ ഹാഫിദാൻ വേണ്ടി കാര്യമായിട്ട് ദുആ ചെയ്തു. ഒരു 28 ദിവസമായി അല്ലാതെ കബൂലാക്കട്ടെ. ഇനിയും കുടുംബസമേതം അവിടെ എത്താൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങാൻ വളരെ തൗഫീഖ് തരണം. കാരണം ദുആ ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ് ഹാജറിയും മകന് വേണ്ടി വെള്ളം തേടി അന്വേഷിച്ച സ്ഥലം. അൽഹംദുലില്ലാഹ് ഇപ്പം ഈ മാസം 28 ദിവസമായി അല്ലാഹുവിന്റെ ബാക്കി കൂടെ പൂർത്തിയാക്കി. അപ്പോൾ നന്നായിട്ട് ദുആ ചെയ്യാം. ദുആ ചെയ്ത് 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് ഒരു ജംറയിൽ എറിഞ്ഞു 1 മണിക്കൂറും 10 മിനിറ്റ് ഏകദേശം സൂറത്തുൽ ബഖറ ഓതുന്ന സമയം ദുആ ചെയ്തു. ഇബ്നു ഉമർ അങ്ങനെ തന്നെ കാണിച്ചു. അടുത്ത ജംറയിൽ എറിഞ്ഞു അത്ര തന്നെ ദുആ ചെയ്തു. 3ാമത്തെ ജംറയിൽ എറിഞ്ഞു പിന്നെ നബി നടന്നു നീങ്ങുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മൾ ദൈവ ദുആക്കൾക്ക് വേണ്ടി എടുക്കണമെന്നാണ്. ഇനി നിങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ പല ആൾക്കാർ എന്താ കരുതുന്നറിയോ, മക്കയുടെ അടുത്ത റൂം വേണമെന്ന് പറയും. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ മക്കയിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ സാധാരണ മലയാളികളൊക്കെ പോയി കയറുന്നത് 79ാം നമ്പർ ഡോർ ഉണ്ട്. ബാബുൽ മലിക് ഫഹദ് എന്ന് പറഞ്ഞ ഡോർ, വലിയ ഡോറാണ്. ഏകദേശം മലയാളികൾ താമസിക്കുന്ന ഹോട്ടലൊക്കെ ആ ഭാഗത്തല്ല. വലത്തെ സൈഡിൽ അവിടുന്ന് നേരെ വലത്തെ സൈഡിലാണ് സൗദി ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ വരുന്ന കുറച്ച് ബജറ്റ് ഹോട്ടലുകളുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് ജബൽ ഉമർ എന്ന് പറഞ്ഞ വഴിയുടെ ഇങ്ങനെ കടകളുടെ ഓരം പറ്റി മിസ്ഫല എന്ന് പറയുന്ന മിസ്ഫലല്ല വേറെ ബസ്സിൽ ഒരു ഭാഗമുണ്ട്, മിസ്ഫല വേറൊരു ഭാഗമുണ്ട്. അതായത് 79ാമത്തെ ഡോർ ഇതാണെങ്കിൽ നിങ്ങൾ ആ കടയെ പറ്റിക്കൊണ്ട് പോയാൽ ബാക്കോട്ട് പോയാൽ മക്ക ബസ്സുകൾ നിർത്തുന്ന ഭാഗത്തിന്റെ പുറകിൽ കിണറുണ്ട്, പ്രസിദ്ധമായ കിണർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്ത് അവിടെയാണ് താമസിച്ചിരുന്നത്. നിങ്ങൾ ഇനി തൊട്ടടുത്ത് പോയി താമസിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയെന്ന് കരുതുക. എന്നാൽ പോലും ഹറമിന്റെ ഡോറുകൾ ഹജ്ജിന്റെ സമയം ഏകദേശം 1.5 മണിക്കൂർ പോകും. നിങ്ങൾ നിസ്കാരത്തിന് എത്താമെന്ന് വിചാരിച്ചാൽ പോലും വളരെ നേരത്തെ ഇറങ്ങേണ്ടി വരും. ഒന്ന് ലേറ്റായി പോയാൽ ചില ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണമെന്നില്ല. നിങ്ങൾ അതിനു വേണ്ടി കുറേ പൈസ അധികം ചെലവാക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ പൂജയ്ക്ക് കുറച്ച് മാസം കഴിഞ്ഞ് ഉംറയ്ക്ക് പോയിട്ട് നിങ്ങൾ അവിടെ താമസിക്കും. അതായത് ആ ദിവസങ്ങളിൽ അടുത്ത റൂം കിട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ആരോഗ്യവും സമയവും അതിനു വേണ്ടി ചെലവാക്കാൻ നിങ്ങൾ മെനക്കെടേണ്ടതില്ല. നിങ്ങൾ സമാധാനത്തിൽ എല്ലാ ഭാഗവും ഹറമിൽ തന്നെയാണ്. എല്ലാ സ്ഥലത്തും 1 ലക്ഷം പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. ആ ഹറമിൽ മുഴുവൻ 1 ലക്ഷം പ്രതിഫലം ഉണ്ട്. അപ്പൊ സമാധാനത്തിൽ റൂമിന്റെ അടുത്തുള്ള പള്ളിയിലോ ഇനി എല്ലാ ദൂര സ്ഥലത്താണ് അസീസിയാണ് റൂമെങ്കിൽ ഒരു നേരം ഹറമിൽ വരാൻ വേണ്ടി ശ്രമിക്കാം. തൊട്ടടുത്ത് കഅബ കാണുന്ന സ്ഥലത്ത് റൂമിന് വേണ്ടി ഒരു 4 ഉംറയുടെ പൈസ ചെലവാക്കേണ്ടതില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ട് അർത്ഥമുള്ളൂ. കിട്ടിയാൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് ആ പൈസ കൊണ്ട് ഒരു 3-4 ഉംറ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അനാവശ്യ മത്സരം കാണിക്കേണ്ടതില്ലെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ദൂരെ റൂമുള്ളവർക്ക് സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ പോയിട്ട് അതിൻ്റെ ഉംറ ചെയ്യണം. ഇനി ലക്ഷക്കണക്കിന് റുപ്യ കൊടുത്തിട്ട് അടുത്ത റൂം കിട്ടിയെന്ന് വിചാരിക്കാം. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് കൂടെ പറഞ്ഞുതരാം. അവർ റൂമുകൾ 3 സ്ലോട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഈ ദുൽഖഅദ് 25 വരെ ഒരു സ്ലോട്ടാണ്. അപ്പം നിങ്ങൾ നേരെ കൊണ്ടുപോയി കഅബ കാണുന്നിടത്ത് ഒരു മാഷാ അല്ലാഹ് നമുക്ക് കഅബയൊക്കെ കണ്ടുപിടിക്കാം 25 മിനിറ്റ് ഇറങ്ങിക്കോളാൻ പറ്റും. അതിന് ദൂരെ കൊണ്ടുപോയാൽ ഇതിന് അടുത്ത ടീം വരും. അപ്പോൾ അവർ മാഷാ അല്ലാഹ് നമ്മൾ കഅബയുടെ അടുത്തിരിക്കുമ്പോൾ അവർ 5-ാം തീയതി അവരെയും കാട്ടിയിട്ട് പിന്നെ അടുത്ത ടീം വരും. ഇനി ആ ടീമാണ് ശരിക്കും കൊടുക്കാൻ പോകുന്നത്. അവർ 3 നേരത്തെ പൈസ കൊടുത്ത് അവിടെ വന്നു. അറബിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഹജ്ജിന്റെ മുഴുവൻ അമലും വിനയിലുള്ളത്. ഹജ്ജിന്റെ ഒരു അമലും ആ പൈസ എത്തിക്കാൻ നിങ്ങൾ ഉംറ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത അമലുകളിലേക്ക് നമുക്ക് ഇനി എന്താ ഇപ്പോൾ ആകെയുള്ളത്? ദുൽഹജ്ജ് 8 എന്നൊരു അമലുണ്ട്. എന്താ അമല്? യൗമുൽ തർവിയ എന്നാണ്. നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒന്ന് ഹജ്ജിന് പോകുമ്പോൾ ഉംറ ചെയ്യണം, അത് 5 ദിവസം കൊണ്ട് കഴിയണം. ഇനി ഹജ്ജിന് കാത്തിരിക്കലാണ്. അപ്പൊ ആത്മീയമായിട്ട് ഒരിക്കലും ചെയ്യേണ്ടത് കഅബയുടെ അടുത്ത് റൂം കിട്ടാൻ വേണ്ടി മത്സരിക്കുകയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ള സ്ഥലത്ത് സ്വസ്ഥമായിട്ട് തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ദുൽഹജ്ജ് 8 കഴിഞ്ഞാൽ നമ്മൾ ഇഹ്റാം കെട്ടാണ്. ഏതാണ് റൂം അവിടെ ഇഹ്റാം കെട്ടാണ്. ഈ സൗകര്യത്തിന്റെ പേരിലാണ് നമ്മൾ ബലി കൊടുക്കുന്നത്. അത് ഉംറ ചെയ്യുകയും ഇഹ്റാമൊന്നും ഇല്ലാതെ മക്കയിൽ നിൽക്കുകയും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുകയും ചെയ്യുന്നു എന്ന സൗകര്യത്തിന്റെ പേരിലാണ് നമ്മൾ 10 നല്ലൊരു ബലി കൊടുക്കുന്നത്. ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ ബലി കൊടുക്കൽ നിർബന്ധമില്ല. നേരത്തെ ഹജ്ജിനോട് ഇഹ്റാം കെട്ടി ഇഹ്റാമിലായിട്ട് 10 ദിവസം കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് ഈ പറയുന്ന ബലികർമ്മം ഒഴിവാക്കി പോകും. ഇപ്പൊ 8 അന്ന് ചെയ്യാനുള്ള അമലെന്ന് പറഞ്ഞാൽ യൗമു തർവിയ ആണ് അതിന്റെ പേര്. ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ അതിന്റെ അർത്ഥം. 9-ാം തീയതി അറഫയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ മൃഗങ്ങളെ തയ്യാറാക്കുന്നു അതിനർത്ഥം. അപ്പൊ
8 നമുക്ക് എന്താ ചെയ്യാനുള്ളത്? 9 അറഫയിലേക്ക് ഒരുങ്ങാൻ, ഓടിച്ചാടി അറഫയിൽ പോയി നിൽക്കാതെ അറഫനെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മളതിന്റെ ബോർഡറിൽ പോയി മിനയിൽ പോയി നിൽക്കാനുള്ള ദിവസം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നിങ്ങൾ ആലോചിച്ചോളാം. 8 ദുഹറിന് അവിടെ എത്തരുന്നത് 8 സുന്നത്താണ്. ഹറമിൽ നിസ്കരിച്ചാൽ 1,00,000 കൂലി കിട്ടും. മസ്ജിദ് ഹറാമിലും ഹറമിലൊക്കെ നിസ്കരിച്ചാൽ 1,00,000 കൂലി കിട്ടും. 1,00,000 കൂലി ഇല്ലാത്ത മിനയിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പോകണം. അവിടെ പോയി നിൽക്കണം, അവിടെ ഒരു കൂലിയെ കിട്ടും എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിന്റെ വണ്ണമാണ് പ്രധാനം, എണ്ണത്തേക്കാൾ. അവിടെ ഒരു ദുഹർ നിസ്കരിച്ചാൽ ഒരു കൂലിയെ കിട്ടും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതും തങ്ങൾ പഠിപ്പിച്ചതും ദുൽഹജ്ജ് 8 മിനയിലെത്തണം. അപ്പൊ ദുൽഹജ്ജ് 8 നമ്മൾ മിനയിലെത്തി. ഇനി ശ്രദ്ധിക്കാനല്ല, ഹജ്ജിന്റെ അമലുകളിലേക്ക് നമ്മൾ കടക്കാം. ഹജ്ജിന്റെ ഇഹ്റാം കെട്ടി 8 മിനയിലെത്തി. നിങ്ങളെ ക്യാമ്പിലായിരിക്കും ഉണ്ടാവുക. ഒരു അമലും ചെയ്യാനില്ല, പ്രത്യേകിച്ചിട്ട് ദിക്ർ ചെയ്യുക, ദുആ ചെയ്യുക, നാളത്തേക്കുള്ള അറഫക്ക് വേണ്ടി മാനസികമായിട്ട് ഒരുങ്ങുക എന്നുള്ള ഒറ്റ അമലേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് ഹൈഫ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് മിനയിൽ. മസ്ജിദ് ഹൈഫിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെങ്കിൽ അവിടെ നല്ല സൗകര്യമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 സഫിൽ നല്ല ആവിധികൾ ഉണ്ടാകും, അവർ നല്ല വിവാദത്തിലായിരിക്കും. റൂമിലുള്ളതിനേക്കാൾ നല്ലൊരു ചുറ്റുപാട് ആ പള്ളിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മെല്ലെ ആ പള്ളിയിലേക്ക് എത്താൻ ശ്രമിക്കും. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച വെച്ചാൽ പോലീസുകാരുണ്ടാകും, പള്ളി കൂട്ടിയിട്ടുണ്ടാകും. തൽക്കാലത്തേക്ക് കാരണം പുള്ളികളൊക്കെ എന്തായാലും നോക്കാൻ വേണ്ടി പുറത്തിറങ്ങണം, അവർക്ക് ബാത്റൂം പോകാൻ വേണ്ടി ഇറങ്ങണം. അപ്പോൾ ചില സമയത്ത് അങ്ങനെ തുറക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്ത് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ അവർക്ക് എപ്പോഴാണ് നിർദ്ദേശം വരുന്നത് അത് അവർ നോക്കും. ചിലപ്പോൾ ആള് കാലിയായിരിക്കും കൂടിയിട്ടുണ്ടാകും, ചിലപ്പോൾ ആള് ഫുള്ളായിരിക്കും തുറന്നു വെച്ചിട്ടുണ്ടാകും. എന്താണോ പോലീസുകാരെ വരുന്ന ഡയറക്ഷൻ അതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് അവിടെ സമയം നോക്കി കാത്തു നിന്നാൽ നിങ്ങൾക്ക് പള്ളിയുള്ളിലേക്ക് കയറാൻ പറ്റും. ഇപ്പൊ ചെറിയ ബാഗ് അനുവദിക്കുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തവണ 2-3 തവണ ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. AC ഫുള്ളിലിട്ട് വെച്ചിട്ടുണ്ടാവും, കാരണം പരമാവധി ആൾക്കാരവിടെ കുറഞ്ഞു നിൽക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ ഫാൻ ഓണാക്കി വെച്ചിട്ടുണ്ടാവും, ആൾക്കാർ തുറന്നാതിരിക്കാൻ വേണ്ടി. അപ്പൊ എങ്ങനെയെങ്കിലും തിരക്ക് കുറക്കാൻ വേണ്ടി അവർ നോക്കും. എന്നാൽ അതൊക്കെ സഹിച്ചുകൊണ്ട് ഉള്ളിൽ വരുന്നവർക്ക് അവർ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ നല്ല സൗകര്യമുണ്ട്, നല്ല മാഹൗലുണ്ട്, ചുറ്റുപാടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ മിനയിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരമാവധി സമയം മസ്ജിദ് ഹൈഫിൽ ചെലവഴിക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. നല്ലൊരു അന്തരീക്ഷം അവിടെ കിട്ടും, നല്ല സൗകര്യവും കിട്ടും. അപ്പോൾ 8 പ്രത്യേകിച്ച് ഒരു അമലും ചെയ്യാനില്ല. 9 അറഫയിലേക്ക് എത്തണം. ദുഹറിന് മുമ്പ് ഇതേ ഉള്ളൂ. അറഫയിൽ എത്തിക്കഴിഞ്ഞാലോ മഗ്രിബ് വരെ ദിക്ർ ദുആ അല്ലാതെ വേറൊരു പണിയും അറഫയിലില്ല. നിസ്കാരം പോലും നമ്മൾ ജന്മം പ്രസവമാക്കി ഇനി മഗ്രിബിനെ കാത്തു നിൽക്കാണ്. പലരും എന്താ കരുതുന്നല്ലോ, ബസ്സൊക്കെ നേരെ നിൽക്കുന്നുണ്ടാകും, മെട്രോയുടെ ചിലപ്പോൾ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ടാകും. ചില ആളുകൾ നേരെ പോയി ബസ്സിൻ്റെ അടുത്ത്, ഒരു ബസ്സും മഗ്രിബ് ആവാതെ അവിടെ സ്റ്റാർട്ടാക്കാൻ പോയില്ല. കാരണം ഈ അസർ മഗ്രിബിന്റെ ഇടയിലെ സമയമാണ് നിങ്ങളുടെ മുഴുവൻ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ലൈലത്തുൽ ഖദ്ർ പോലത്തെ, അതായത് ഹജ്ജും റമദാനും തമ്മിൽ വലിയ സാദൃശ്യമുണ്ട്. റമദാനിലെ അവസാനത്തെ 10, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10. അത് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ. അതിൽ ലൈലത്തുൽ ഖദ്ർ, ഇതിൽ അറഫ ദിവസം. അതിൽ രാത്രിയുടെ അവസാന സമയം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ അസർ മഗ്രിബിന്റെ ഇടയിലെ സമയം. ആ സമയത്ത് ബസ്സിനടുത്ത് പോയി ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹജ്ജിൽ ഏറ്റവും പ്രൈം ടൈമാണ്, വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പം ദുഹർ മുതൽ മഗ്രിബ് വരെ ദുആയിലായിരിക്കണം. അതിൽ അസർ മുതൽ മഗ്രിബ് വരെ നിങ്ങളുടെ ഫോണൊക്കെ ഓഫായിരിക്കണം, ഒരാളോട് പോലും സംസാരിക്കരുത്. പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് അറഫയിൽ കൂടിയവർക്കും അവർ വഴിയായി ലോകത്തിന്റെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എല്ലാത്തവർക്കും കണക്കില്ലാതെ വാരി കൊടുക്കുന്ന സമയമാണ്. ആ സമയം നമ്മൾ അശ്രദ്ധയായിട്ട് കഴിയരുത്. നമ്മുടെ ഏറ്റവും നല്ല ഇബാദത്തിന്റെ രൂപം അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയും ഏറ്റവും വലിയ ഓഹരി എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ രണ്ട് ലോകത്തിൽ മുഴുവനും ചോദിച്ചു വാങ്ങാനുള്ള സമയമാണ്. നിങ്ങൾ ജബൽ റഹ്മയിൽ കയറി ദുആയിൽ മുഴുകിയ സമയമാണ്. നിങ്ങൾ ജബൽ റഹ്മയിൽ എത്താൻ വേണ്ടി പോലും കഷ്ടപ്പെടുന്ന ആവശ്യമില്ല. എവിടെയാണോ അറഫയിൽ നിങ്ങൾ കിട്ടുന്ന സ്ഥലം, അവിടെ നിന്ന് ലോകത്തെ മുഴുവൻ മറന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റത്തെ ആത്മീയമായ ഇബാദത്ത്പരമായ ആനന്ദ ലഹരിയിൽ മുഴുകി ദുആ ചെയ്യേണ്ട സമയമാണ് ദുൽഹജ്ജ് 9 അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം. അപ്പോൾ 8 അന്ന് തയ്യാറെടുപ്പാണ്. 9 അന്ന് ദുഃഖം നിങ്ങൾ അറഫയിലെത്തി മഗ്രിബ് വരെ അവിടെ കഴിയലാണ്. ഈ മഗ്രിബിന്റെ സമയത്തുള്ളവർക്കാണ് ഹജ്ജ് കിട്ടുക. അതുകൊണ്ട് ഏത് ഹോസ്പിറ്റലുള്ളവരാണ് ശരി, അവർ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന ആ വീട്ടിന്റെ മുകളിൽ നിർത്തും അത്രയും സമയം. ഒരു ബസ്സും ഒരു മെട്രോവും മഗ്രിബ് ആവാതെ അവിടെ അനങ്ങാൻ പോലില്ല. സാധാരണ ഈ നോമ്പുകാരുടെ സമയത്ത് നമ്മളുടെ ഈ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ ഇഫ്താറുടെ നടത്തുന്നതിൽ 5 മണിയാകുമ്പോൾ കൊടുക്കുകയായിരുന്നു. നേരത്തെ കഴിച്ചിട്ടു എന്നൊക്കെ പറയും. അടുത്ത് മഗ്രിബായാലും നോമ്പ് തുറക്കുന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇതേപോലെ ഈ അറഫ ദിവസത്തിൽ എന്തെല്ലാം ഇളവ് അറബികൾ സ്വീകരിച്ചാൽ പല സ്ഥലത്തും അവർ നേരത്തെയൊക്കെ പാക്ക് ചെയ്യും. അറഫയിൽ മഗ്രിബ് ആവാതെ ഒരാളും അനങ്ങാൻ പോകില്ല. അതുകൊണ്ട്
നിങ്ങൾ ഒന്നിനെ പറ്റി മുസ്തലിഫിനെ പറ്റി ഇപ്പൊ ചിന്തിക്കണ്ട, മുമ്പോട്ട് ആകെ വേണം ചിന്തിച്ചോ. അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, എവിടെയാണ് ഇവരുടെ ബാരിക്കേഡ് വരിക, എവിടെയാണ് തുറന്നു വെക്കാന്നുള്ളതൊന്ന് നോക്കി വെച്ചോ. അറിയുന്ന ആൾക്കാർ നോക്കി വെച്ചു, ഇത് മെട്രോ സ്റ്റേഷനാണ്, നമുക്ക് പോകേണ്ടതാണ്, ഇത് നമുക്കുള്ള ബസ്സാണ്, എവിടെയാണ് ബാരിക്കേഡ് കിട്ടുക എന്നുള്ളത് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്. അതല്ലാതെ വേറെ ഒരു കാര്യത്തെ പറ്റിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ അസർ മകരത്തിനിടയിൽ വെറുതായിട്ട് ഫോണും ഓഫാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ട സമ്പർക്കം വേണം കേട്ടോ. നിങ്ങൾ എവിടെയാണ് എന്താണെന്ന് അറിയാതെ കൂടുതലുള്ളവർക്ക് സൗകര്യം വേണമെന്നില്ലാതെ നാട്ടിലേക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം, ഫോൺ വീഡിയോ എടുത്തയക്കാം, ഒരു പരിപാടിയും വേണ്ട. ദുആ അല്ലാതെ വേറൊരു കാര്യം ദുൽഹജ്ജ് 9 നമുക്ക് ഉണ്ടായത്. അടുത്ത ദുൽഹജ്ജ് 10 ഹജ്ജിൽ എന്തെങ്കിലും ത്യാഗം ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാനെങ്കിൽ ദുൽഹജ്ജ് 10 നല്ലത്. അത് ഈ ഒരു ദിവസത്തെ പറ്റി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 9 കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി മുസ്ദലിഫയിൽ പാർക്കണം. രാത്രി അവിടെ കിട്ടിയാൽ മതി. അപ്പം പല ഹാജിമാർക്കും വലിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു സമയമാണ് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട്. അന്ന് രാത്രി അവിടെ കഴിയാൻ മിനിമം സൗകര്യം ഉണ്ടാവും. ചിലപ്പം കല്യാണം കൂടെ ഉണ്ടാകുന്നില്ല, മിനിമം സൗകര്യം കിട്ടുക. രാത്രി ആ മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലത്ത് രാപ്പാക്കലും അവിടെ ദിക്റും മൊഴികളാണ് അന്നത്തെ പണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പത്തിനോട് കാണിച്ചൊരു കാര്യമാണ്, തങ്ങൾ അന്ന് തഹജ്ജുദ് നമസ്കരിച്ചിട്ടില്ല. കാരണം രാവിലെ വരെ പറഞ്ഞ് കുറച്ച് നേരം ദിക്റ് ചെയ്ത് പോകാനുള്ളതാണ്. 10 അന്ന് പ്രധാനപ്പെട്ട 3 അമലുകളുണ്ട്. ഒന്ന്, നമ്മളുടെ അറവ് നിർവഹിക്കലാണ്, മിനയിലെത്തി എറിയലാണ്, നേരെ പോയി തവാഫ് ചെയ്യണം. അതായത് ആദ്യം മിനയിലുള്ള ഏറ്, പിന്നെ അറവ്, 10 തവാഫ്. ഈ 3 അമലുകളും ദുൽഹജ്ജ് 10 തന്നെ നമ്മൾ ചെയ്തു. ദുൽഹജ്ജ് 8 അമൽ എന്താ? ദുൽഹജ്ജ് 8 നമ്മൾ എവിടെ ഉള്ളത്? മിനയിൽ. എന്താ അമല്? തയ്യാറാക്കലാണ്. ദുൽഹജ്ജ് 9 അറഫയിൽ എത്തി? ളുഹറിനെത്തി. ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അസ്ർ മഗ്രിബ്. എന്നാൽ നിങ്ങളുടെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ, ലൈലത്തുൽ ഖദ്റിന് സമാനമായ പകൽ, അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം. അന്ന് 9 രാത്രി നമ്മുടെ ഉള്ളത് മുസ്ദലിഫ. മുസ്ദലിഫയിൽ നമുക്ക് ചെയ്യാനുള്ള കല്ല് പെറുക്കാം, ഇതിനെ അറിയാനുള്ള കല്ലുകൾ കുക്കിയിലാക്കുക, ചെറിയ കല്ലുകൾ രാത്രി അവിടെ ഉണ്ടാകാതെ മാത്രമേ. അർദ്ധരാത്രി കഴിഞ്ഞാൽ തന്നെ സ്ത്രീകൾ, ബലഹീനർ, രോഗികൾ, അവർക്ക് വേണമെങ്കിൽ നടന്നു തുടങ്ങാം, അവരോടൊപ്പം ഉള്ളവർ. അപ്പൊ സ്വാഭാവികമായിട്ടും അറബികൾ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാക്സിമം അളവ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും അറബി ടെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നിന്നും അവർ അർദ്ധരാത്രി ആകുമ്പോൾ ടെന്റ് കാര്യമാണ്. അർദ്ധരാത്രി നമ്മൾ അവർ മഗ്രിബ് മുതൽ സുബഹി വരെയുള്ള സമയം അളന്നു നോക്കും. എന്നിട്ട് ആ സുബഹിയുടെ കറക്റ്റ് 6 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ 1 മിനിറ്റ് കഴിഞ്ഞാൽ ആ ടെന്റ് കാര്യമാണ്. അവിടെ ഫ്രിഡ്ജ് ഉണ്ടാകും, കിടക്കാനുള്ള സൗകര്യം ഉണ്ടാകും, നമുക്ക് വേണമെങ്കിൽ റിഫ്രഷ്മെന്റ് ഉണ്ടാകും. അപ്പൊ അത് കിട്ടാൻ സാധിക്കുകയാണെങ്കിൽ മുസ്ദലിഫയിൽ നല്ല സൗകര്യം. എന്താണെങ്കിലും രാവിലെ വരുന്ന സമയത്ത് രോഗികൾ, സ്ത്രീകൾ, അവശരായവർ, അവരുടെ ഹിദ്മത്തിനുള്ളവർ, അവർക്ക് വേണ്ടി രാത്രി തന്നെ പോകാം. ദുൽഹജ്ജ് 10 അന്ന് പെരുന്നാളാണ്. ഹാജിയും പെരുന്നാളും തമ്മിൽ ആകെ ഒരു ബന്ധമുള്ളൂ, സിമ്പിൾ ഈദ് മുബാറക്ക്. ഇതല്ലാതെ ഒരു ബന്ധവും ഹാജിയും പെരുന്നാളും തമ്മിലില്ല. നിങ്ങൾ ഞെട്ടിപ്പോകുന്നു, ഈദ് മുബാറക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പെരുന്നാളാണ്. പക്ഷെ പെരുന്നാൾ അന്ന് ഒന്നും ചെയ്യാനില്ല, പെരുന്നാൾ നിശ്ചയിക്കാൻ പോലും ഇല്ല. അന്ന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നേരെ ആകെ ഹജ്ജിൽ ഓർത്തു വെക്കാനോ ഒന്ന് കഷ്ടപ്പെടാനുള്ളത് ഈ ഒരു ദിവസം മാത്രമാണ്. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് എത്തണം, ആ ഏറ് നിർവഹിക്കണം. അത് മാത്രം നിങ്ങൾ അന്ന് കറക്റ്റ് ചെയ്താൽ മതി. അറബ് ചെയ്യേണ്ട ഉത്തരവാദിത്തം വേറെ ആൾക്കാരെ ചെയ്തവരെ നിങ്ങൾ വിചാരിച്ചു. മക്കയിലേക്ക് അന്ന് തന്നെ തിരക്കിട്ട് പോകണമെന്നില്ല. തിരക്കിട്ട് പോവുകയാണെങ്കിൽ ഉച്ചക്ക് മുമ്പ് എത്തിയിട്ട് എല്ലാം ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ പോകാം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ എത്തുമെന്ന് കണ്ടാൽ പോകാൻ വേണ്ടിയത്. കാരണം മതാഫ് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ സ്റ്റില്ലായിട്ട് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ 50 മിനിറ്റോടെ 1.5 മണിക്കൂറോടെ ചെയ്യുന്ന തവാഫ് ചെയ്യാൻ 3.5 മണിക്കൂർ എടുക്കുന്നു. മാത്രമല്ല തവാഫ് ഒരു തുള്ളി പോലും നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റില്ല, ഒരു ദുആ പോലും മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ മുഴുവൻ ആൾക്കൂട്ടത്തിന്റെ വേർപ്പും തിർക്കും തിരക്കും അല്ലാതെ ആസ്വദിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ. അതുകൊണ്ട് ആ തവാഫ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. തിരിച്ചു വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അത് ചെയ്താൽ തന്നെ മതി. അത് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഇഹ്റാമിൽ കംപ്ലീറ്റ് ഒഴിവാക്കും. ഭാര്യ ഭർത്തൃ ബന്ധം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം ഒഴിച്ച് ബാക്കിയല്ല. അപ്പൊ ദുൽഹജ്ജ് 10 അന്ന് മിനയിലുള്ള ഏറ് നിർവഹിച്ചു കഴിഞ്ഞാൽ അറവ് നിർവഹിക്കാൻ നമ്മൾ നേരിട്ട് പോകാത്തത് കൊണ്ട് ആ ഏറോട് കൂടെ തന്നെ നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞു. ഉച്ചക്ക് മുമ്പേ തവാഫ് ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ നമുക്ക് നേരത്തെ പോകാം. അതല്ലെങ്കിൽ പിന്നെ ആ പരിസരത്തേക്ക് പോകാൻ നിൽക്കരുത്. കാരണം തിരിച്ചെത്തേക്ക് പ്രയാസമായിട്ട് മാറും. 5-10 രൂപയ്ക്ക് വിളിക്കേണ്ട ടാക്സി 200 റിയാലിന് വിളിക്കേണ്ടി വരും. എന്നിട്ട് പോലും എത്തുന്നത് സംശയമായിട്ട് മാറും. ബാക്കി കാര്യങ്ങൾ സാവകാശത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും.
പിന്നെ അടുത്ത ദിവസങ്ങൾ ആകെ ചെയ്യാനുള്ളത് രാത്രി നേരുണ്ടായിരിക്കണം, പകലൊന്നും പോയിട്ട് ജംറയിൽ കയറി. അപ്പൊ ഹജ്ജിന്റെ അമലുകൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 8 തയ്യാറായാണ്, 9 അറഫയാണ്, രാത്രി മുസ്ദലിഫ, 10 മാത്രമാണ് ഒരു 3 അമലുകൾ. അതിൽ ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, ആ മിനയിൽ എറിയൽ മാത്രം. അറബ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. തവാഫ് അന്ന് ചെയ്യണം എന്നില്ല. ഉച്ചയ്ക്ക് മുമ്പ് പോയി തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യാം, സമാധാനം തിരിച്ചെത്താൻ പറ്റും. അതല്ലെങ്കിൽ ആ പരിസരത്തേക്ക് നിങ്ങൾ പോകാൻ നിൽക്കരുത്. അവിടെ എത്തലും തവാഫ് ചെയ്യലും തിരിച്ചെത്തലും പ്രയാസമായിട്ട് മാറും. സൗകര്യം പോലെ 11, 12, 13 ശേഷം നിങ്ങൾക്ക് ആ തവാഫ് ചെയ്യാൻ പറ്റും. തിരക്കില്ലാത്ത സമയം നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്തില്ലെങ്കിൽ പോലും ഇഹ്റാമിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാകും. ഭാര്യ ബന്ധം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അനുവദനീയമാകും. ഇത്രയേ ഉള്ളൂ ഹജ്ജ് ലളിതമായിട്ട് ചെയ്യാൻ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതിന്റെ മുഴുവൻ ആത്മാവ് നമ്മൾ പറഞ്ഞു, ശരീരം ലൻ യനാലല്ലാഹ ലുഹുമുഹാ വലാ ദിമാഉഹാ. ഹജ്ജിന്റെ ആയത്തുകൾ അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിൽ അവസാനിപ്പിക്കുന്ന ആ ആയത്ത് നിങ്ങൾ ഓർമ്മ വെക്കണം. നേരത്തെ പോലെ ഹജ്ജിന്റെ ക്ലാസ്സിന്റെ കൺഫ്യൂഷൻ കൊണ്ട് പോകണ്ടായി നല്ല സ്ഥലത്താ പറഞ്ഞു. വളരെ സത്യമാണ്, വളരെ സത്യം, വളരെ ലളിതമായിട്ടുള്ള അമലുകളേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അതിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. നിങ്ങളുടെ മനസ്സിന്റെ തുടിപ്പ് എന്താണ്, ആ സ്ഥലങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ബഹുമാനം എന്താണ്, നിങ്ങളുടെ ദിക്ർ എങ്ങനെയാണ്, നിങ്ങളുടെ ദുആ എങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സിന്റെ തുടിപ്പാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത്. ഈ മുഴുവൻ അമലുകളിലും നിങ്ങൾ കാണിക്കേണ്ട സംഗതി അതാണ്. വേറെ ഒരു പ്രകടനം നമുക്ക് ആവശ്യമില്ല. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട സംഗതി ദീനിന്റെ സൗന്ദര്യം. ഈ പറയുന്ന ആയത്തുകളിലൊക്കെ അല്ലാഹു തആല മിസ്കീന്മാരെ സഹായിക്കാൻ പറഞ്ഞതാണ്. ഹജ്ജിൽ പരമാവധി കൂടുതലുള്ളവരെ സഹായിക്കുന്ന ഹജ്ജിന്റെ ആത്മാവാണ്. ഒരു കലഹയില്ലാതെ, ഒരു വാഗ്വാദം ഇല്ലാതെ, മറ്റുള്ളവരെ പരമാവധി സഹായിച്ചുകൊണ്ട് പാവം ഫഖീർമാരെ നിങ്ങൾ സഹായിക്കണം. ചോദിക്കുന്നവർ, ചോദിക്കാത്തവർ, അവർക്കൊക്കെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത്രയും ദിക്റും ദുആയും ഹജ്ജൊക്കെ പറയുന്നതിൽ ഖുർആൻ ഓർത്ത് നമ്മളോട് പറയാണ്. അവരൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പരമാവധി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നവർക്ക് പള്ളിയിൽ പോയി വരുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചവിടെ വെക്കുക. ഞാൻ ഇതിനൊക്കെ അനുഭവം പറഞ്ഞ അവസാനിക്കുന്ന സമയം കഴിഞ്ഞു. നല്ല നല്ല ആൾക്കാരുടെ അനുഭവം നമുക്ക് ഒരു മോട്ടിവേഷൻ ആണല്ലോ. നമ്മൾക്ക് ബോംബെയിൽ ഒരു ബിസിനസ്സാണ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ദിവസം 1000 കിലോ ചിക്കൻ പക്കോട വെക്കുന്ന ആളാണ്. 1000 കിലോ ചിക്കൻ പക്കോട വെക്കുന്ന വലിയ കോടീശ്വരനാണ്. അപ്പൊ അദ്ദേഹം ചേട്ടൻ നമ്മളോട് പറഞ്ഞു, നമ്മൾ 6 പുരുഷന്മാരും 5 സ്ത്രീകളുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും 100 റിയാലുണ്ടെന്നാണ്. അതിന് നമുക്കൊരു ഒരുമിച്ച് ഒരു ബാഗാക്കാം, ബൈബിൾമാരാക്കാം. അപ്പൊ ഞാൻ മനസ്സിലായി, കാരണം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വെറുതെ റൂമിലേക്ക് കൊണ്ടുവരും. അപ്പൊ നിർബന്ധിച്ചാൽ മാത്രമേ നമ്മൾ എടുക്കും. എന്താ നമുക്ക് ധൈര്യം എടുക്കാം, നമ്മൾ 100 റിയാലുണ്ടല്ലോ. അപ്പൊ 11 പേര് ഒരുമിച്ച് ബോക്സ് ആക്കി 100 റിയാലാക്കി. അപ്പൊ 100 റൂമിൽ അൽബയിൽ കൊണ്ടുവരും. പിന്നെ ചില സമയത്ത് പറഞ്ഞ ജ്യൂസൊക്കെ കൊണ്ടുവരും. നമ്മൾ മസ്ജിദ് ഹൈഫിൽ അഫ്രോഡ് താമസിച്ചത്. അപ്പം ഇദ്ദേഹം നമ്മുടെ പൈസ നല്ല സുഖമായി ആവശ്യമായിട്ട് കഴിച്ചു. 13 കഴിഞ്ഞ് നമുക്ക് മദീനത്തേക്ക് പോകണം. മദീനത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി വിളിക്കണം. ഇനി അടുത്ത എത്ര ടാക്സിൽ എത്ര പൈസ ഇപ്പോൾ 1100 റിയാൽ വാങ്ങിയതാണ്. ഇദ്ദേഹം എല്ലാവരുടെ കയ്യിൽ ഈ പൈസ വാങ്ങിയതാണ്. നിങ്ങൾക്ക് ധൈര്യത്തിൽ കഴിക്കാൻ പറ്റണം. ഇത് മൂപ്പര് സ്വന്തം പൈസ ചെലവാക്കിയ ചെയ്തു. ആ പൈസ തൊടാതെ അവിടെ കയ്യിൽ വെച്ചു. അപ്പൊ ഒരു മനുഷ്യൻ ആ അത്രയും നല്ല ദിവസത്തിൽ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ചൊരു നല്ല പ്രാങ്ക്. നമ്മളതൊക്കെ പൈസ വാങ്ങുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വക ഭക്ഷണം നമ്മൾ എല്ലാ നേരം കൊണ്ടുവന്ന് എല്ലാവരെയും കഴിപ്പിക്കുകയും ദുൽഹജ്ജ് 13 ടാക്സി വിളിക്കുന്ന മുമ്പിൽ ആ ടാക്സി കൊണ്ടേ പൈസ ചെലവാക്കുകയും ചെയ്തു. അതായത് അത്ര ദിവസം നമ്മൾ അറിയാതെ 10-11 പേരെ മുമ്പിൽ ഭക്ഷണം കഴിപ്പിച്ചു. കാരണം ഇത് അദ്ദേഹത്തിന്റെ വകയെന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് പറയും, നമ്മൾ വാങ്ങിക്കൊള്ളാന്ന് പറയും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എത്രയോ ആൾക്കാരവിടെ ഉണ്ട്, എത്രയോ ആൾക്കാർ വഴിയുണ്ടാക്കും. നമ്മൾ ആരും അറിയാതെ കിറ്റ് വാങ്ങിയവർക്ക് കൊടുക്കും. പരമാവധി ആളുകളെ ഭക്ഷണം കഴിപ്പിക്കാൻ, ഈ ഖിദ്മത്ത് ചെയ്യാൻ നടക്കാൻ പറ്റാത്തവരുണ്ടാകും. ഒരിക്കലും നമ്മളെ കൂടുതൽ അങ്ങനെ ഉണ്ടാവും. ശ്രദ്ധയുള്ളത് കൊണ്ട് നമ്മൾ ലേറ്റായി, ബാക്കി 5-6 കാര്യങ്ങൾ അങ്ങനെ നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അവിടുത്തെ പോലീസിനൊക്കെ ഖിദ്മത്ത് ഉണ്ടായിരുന്നു. അവിടെ എന്ത് പോളിസി നമ്മൾ ഇതാക്കിയാലോ, ഹജ്ജിന്റെ സമയത്ത് അവിടുത്തെ പോലീസിന്റെ ആർമിയുടെ സേവനം കണ്ടാൽ നമുക്ക് ശരിക്കും അല്ലാഹുവിന്റെ പ്രതിഫലം മനസ്സിലാക്കാൻ പറ്റും. അതായത് ആളുകൾക്ക് അവരെ കാലിലെ ദേഹത്തേക്ക് വെച്ചിട്ട് വാക്സിൻ തേച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കാല് കയ്യിലെടുത്തിട്ട് വാക്സിൻ തേച്ചു കൊടുക്കുന്ന പോലീസുകാരെ, ആർമിക്കാരെ. ഇത് ഹജ്ജിന്റെ ഏറ്റവും വലിയ സൗകര്യം. ആ രീതിയിൽ ഹാജിമാരെ തൊഫീഖ് തരുമാറാകട്ടെ. ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട. 2 ഹദീസ് ഓർമ്മ
തവാഫും സഅയും ദിക്റിന് വേണ്ടിയുള്ളതാണ്. ഹജ്ജിന്റെ ആയത്തിൽ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ മനസ്സിന്റെ തുടിപ്പാണ് അല്ലാഹു തആല പരിശോധിക്കുന്നത്. ആ രീതിയിൽ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഹജ്ജ് ചെയ്യാൻ, ശരീരം കൊണ്ട് എത്തുന്നതിൽ പല ഇളവുകളും പല മസലകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെച്ച് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരുടെയും ഹജ്ജിന് മുമ്പ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ദുആയിൽ ഓർക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കാൻ. ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.